ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. നമ്മുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടും ജോലി ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവനോളം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത അതോറിറ്റിയിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മളെ നഷ്ടപ്പെട്ട മാർക്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിലുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു നാഷണലൈസ് പത്രത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ പത്രത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ നോട്ടീസ് കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ, രജിസ്റ്റർ നമ്പർ, കാൻഡിഡേറ്റിന്റെ പേര്, നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള മന്ത് ആൻഡ് ഇയർ, അതുപോലെ തന്നെ ഏത് സ്ഥലത്തിനടക്ക് വെച്ചാണ് ഈ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ആ വാർത്തയിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. കോഴിക്കോടിന്റെയും തൃശ്ശൂരിന്റെയും ഇടക്ക് അല്ലെങ്കിൽ കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഇടക്ക് എന്ന് നമ്മൾ ആ പത്രത്തിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും പത്രങ്ങൾക്കൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു, മാർക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പത്ര ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു ഫോർമാറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്ര കൺഫ്യൂഷൻ ആവേണ്ട. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ പലർക്കും സംഭവിക്കാറുള്ള ഒരു ചെറിയ അബദ്ധം എന്ന് പറയുന്നത്, വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ വല്ല ജോലിയൊക്കെ കിട്ടുന്ന സമയത്തായിരിക്കും പിന്നെയും ഈ സർട്ടിഫിക്കറ്റുകൾ തരിക. അപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ട വിവരം അറിയാം. അപ്പൊ ഇതാണ് പ്രൊസീജിയർ എന്ന് അറിയുമ്പോൾ നേരെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ പത്രത്തിൽ പരസ്യം കൊടുക്കും. കാരണം കാലിക്കറ്റിന്റെയും തൃശ്ശൂരിന്റെയും ഇടക്ക് നഷ്ടപ്പെട്ട സാധനത്തിന് ദുബായിൽ പോയിട്ട് നമ്മൾ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. കേരളത്തിലെ ഒരു പത്രത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? പരസ്യം കൊടുക്കണം. ആ ജൂറിഡിക്ഷനിൽ വരുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ പത്രത്തിലെ പരസ്യം കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 100 രൂപയുടെ മുദ്ര പേപ്പറിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്ന് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടത്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, പത്രത്തിൽ കൊടുത്ത ഡീറ്റെയിലിൽ നിന്ന് മാറ്റമുള്ള ഒരു ഡീറ്റെയിൽസ് ആവരുത് അഫിഡവിറ്റിനകത്ത്. ഇവ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റിനും സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടാഗോർ നികേതനിൽ നിന്ന് നേരിട്ടോ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഗ്രേഡ് കാർഡ് എന്നിവയ്ക്കൊക്കെയുള്ള ഫോം വാങ്ങിച്ച് അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ്, ഒരു മാർക്ക് ലിസ്റ്റിന് 390 രൂപ എന്ന നിലയ്ക്ക് നമ്മൾ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഫീസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറയുന്നതിൽ നിന്ന് സമയത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച്, സർട്ടിഫിക്കറ്റിന്റെ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പം നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഒന്നുകൂടി വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൺഫേം ചെയ്തിട്ടോ ഫീസ് അടയ്ക്കുക. ഒരു മാർക്ക് ലിസ്റ്റിന് നിലവിലെ ചാർജ് 390 രൂപയാണ്. അപ്പൊ എത്ര മാർക്ക് ലിസ്റ്റ് ഉണ്ടോ, എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിനനുസരിച്ച് ഫീസ് അടയ്ക്കുക. പ്ലസ് 50 രൂപ തപാൽ ചാർജ്, 50 രൂപ തപാൽ ചാർജും കൂടി അടച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഇവയുടെ റെസീപ്റ്റും ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച അഫിഡവിറ്റും ഒറിജിനൽ പത്രവും യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാം. അത് ഈ സമയത്താണെങ്കിൽ നമുക്ക് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന പോസ്റ്റൽ അഡ്രസ്സിലേക്ക് രജിസ്ട്രേഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ അയക്കാവുന്നതാണ്. അയച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മാർക്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് അവർ അയച്ചു തരും. ഒന്നുകൂടി പറയാം, നാഷണലൈസ്ഡ് പത്രത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു നോട്ടീസ് കൊടുക്കുക. 100 രൂപയുടെ മുദ്ര പേപ്പറിൽ അഫിഡവിറ്റ് തയ്യാറാക്കുക. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്നായിരിക്കണം അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുകയോ മാനുവലായിട്ട് വാങ്ങിക്കുകയോ ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുക. മാർക്ക് ലിസ്റ്റിന്റെ ഫീസ് അടച്ചിട്ട് അതിന്റെ റെസിറ്റ് കയ്യിൽ സൂക്ഷിക്കുക. ചലാൻ റെസിറ്റ് കയ്യിൽ സൂക്ഷിക്കുക. തപാൽ ഫീസ് ആയിട്ടുള്ള 50 രൂപ അടക്കുക. ഇത്രയും അടച്ച ശേഷം പോസ്റ്റലായിട്ടോ നേരിട്ടോ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഫോംസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം.
നമ്മൾ വെബ് ബ്രൗസറിനകത്ത് കയറിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോംസ് എന്നടിച്ചു കൊടുത്താൽ ഫോംസ് ടു ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടും. ഫോംസ് ടു ഡൗൺലോഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് വരും. ഈ ലിങ്കിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ മിക്കവാറും സർട്ടിഫിക്കറ്റുകളുടെ ഫോമുകളൊക്കെ ഇവിടെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇഷ്യൂ ഓഫ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ലിങ്കിൽ കയറിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് എടുക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഫോം എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വെട്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതിയാൽ മതി. ശേഷം നമുക്ക് ബാക്ക് പോകാം. അടുത്ത ഫോം കാണാം. ഇതാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് കാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലിങ്കിൽ കാണുന്ന ഫോമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളിതൊക്കെ ഫില്ല് ചെയ്യുക. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പാർട്ടുണ്ട്. നമുക്ക് ചലാൻ അടയ്ക്കാനുണ്ട്. ചലാൻ അടച്ചു കഴിഞ്ഞിട്ട് ആ ചലാൻ നമ്പർ, എമൗണ്ട്, ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതേണ്ടതുണ്ട്. ഈ ഫോമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റിനൊക്കെയുള്ള ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. അതിന് നമ്മൾ വെബ് ബ്രൗസറിനകത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റൻറ്റ് പേ എന്നടിച്ചു കൊടുത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റൻറ്റ് പേ എന്നടിച്ചു കൊടുത്താൽ നമുക്കൊരു ലിങ്ക്, ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിനകത്ത് ഇൻസ്റ്റൻറ്റ് പേ എന്ന ലിങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കാം. ഇവിടെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റിനൊക്കെയുള്ള ഫീസ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് DOP. എനിക്ക് കോഡ് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ കോഡ് അടിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് ഇങ്ങനെ താഴേക്ക് നീക്കി നോക്കിയാൽ നമുക്ക് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഇതിനൊക്കെയുള്ള ഓപ്ഷന്, ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുക്കുക. പേര് ഇവിടെ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ എല്ലാം കൊടുത്തിട്ട് എമൗണ്ട്, ഈ പറയുന്ന സ്ഥലത്ത് എമൗണ്ട് കൊടുത്തിട്ട് ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ചലാൻ്റെ റെസിപ്റ്റും നമ്മൾ കയ്യിൽ കരുതണം. നമുക്കറിയാം, നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 50 രൂപ തപാൽ ഫീസ് അടയ്ക്കണമെന്ന്. ആ തപാൽ ഫീസിനുള്ള ചാർജും നമുക്ക് 50 രൂപ ഇവിടെ തന്നെ അടയ്ക്കാം. അതിൽ EDS 04 ആണ്. EDS 04 ആണ് പോസ്റ്റേജ് ചാർജ്. ഇത് നമുക്ക് നേരെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഞാൻ ഈ നമ്പർ എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ ഇവിടെ എമൗണ്ട് 50 രൂപ കൊടുത്ത് ഇങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കേണ്ടതാണ്.